നമസ്കാരം. 2008 ഏപ്രിൽ 15 രാത്രി ഏകദേശം ഒരു മണിയായി കാണും. ഒരു വല്ലാത്ത കരച്ചിൽ കേട്ട് ലത്തീഫ് വീടിന് പുറത്തേക്ക് ഓടി ഇറങ്ങുമ്പോൾ തൊട്ട് മുന്നിലുള്ള ആ കോമ്പൗണ്ടിനകത്തുനിന്ന് വീണ്ടും ആ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേൾക്കുന്നത് ഷൗക്കത്ത് അലിയുടെ വീട്ടിൽ നിന്നാണ്. അയാൾ ഓടി ആ ഗേറ്റ് കടന്ന് വീടിൻ്റെ പൂമുഖത്തെത്തുമ്പോൾ അകത്തുനിന്ന് ഒരു ഞെരങ്ങലും കേൾക്കുന്നുണ്ട്, കരച്ചിലും കേൾക്കുന്നുണ്ട്. ലത്തീഫുള്ള ഉടൻ വീടിനകത്തേക്ക് കടന്നു. വീടിനകത്തേക്ക് കിടന്ന ലത്തീഫ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അവിടെ ആ ബെഡ്റൂമിൽ ഷൗക്കത്ത് കിടക്കുന്നതിന് സമീപത്തായി ഷബ്നം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. പക്ഷെ അതിലല്ല അയാളുടെ കണ്ണുടക്കിയത് ആ കട്ടിൽ കിടക്കുന്ന ഷൗക്കത്തിലേക്കാണ്. ഷൗക്കത്തിന്റെ തല കഴുത്തിൽ നിന്ന് അറ്റുകിടക്കുകയാണ്. ഞെട്ടിപ്പോയ ലത്തീഫ് ചുറ്റും നോക്കുമ്പോൾ അടുത്ത മുറികളിലൊക്കെ സമാന സ്വഭാവത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത്. എല്ലാ കട്ടിലുകളിലും ആ വീട്ടിലെ ആളുകൾ കിടപ്പുണ്ട്. പക്ഷേ എല്ലാവരുടെ തലകളും കഴുത്തിൽ നിന്ന് അറ്റുപോയിരിക്കുകയാണ്. ഭയന്നുപോയ ലത്തീഫ് എന്ത് ചെയ്യണമെന്നറിയാതെ ശബനത്തെ നോക്കുമ്പോൾ ആ ശബ്ദം കേട്ട് മറ്റു വീട്ടുകാരൊക്കെ അവിടേക്ക് ഓടി വന്നിട്ടുണ്ട്. സകലരും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ വീട്ടിൽ 6 മുതിർന്ന ആളുകളും ഒരു പിഞ്ചു കുഞ്ഞുമാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ പിഞ്ചു കുഞ്ഞിന് ഏകദേശം ഒരു 10 മാസം പ്രായം വരും. ആ കുഞ്ഞിൻ്റെ തല മാത്രം അറ്റുപോയിട്ടില്ല. പക്ഷെ അതിന് നിശ്ചലമാണ്. ശബനത്തെ പിടിച്ചു കുലുക്കി അവര് അവിടെ നിന്ന് എണീപ്പിച്ചു. ശബന, എന്താ ഇത്? അങ്ങനെ ചോദിച്ചതും അവൾ ആകെ കരഞ്ഞു തുടങ്ങി. അവൾക്ക് പറയാൻ പറ്റുന്നില്ല, അവളുടെ ശബ്ദം ഇടറുന്നുണ്ട്. ശബനത്തിന്റെ ആ അവസ്ഥ കണ്ട ലത്തീഫും കൂടെയുള്ള ആളുകളൊക്കെ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ഒരു വീട്ടിലെ 7 ആളുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നുള്ള കഥ പെട്ടെന്നാണ് അവിടെ പടർന്നു പിടിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും സകല മേഖലയിൽ നിന്നും ആളുകൾ അവിടേക്ക് ഓടിയെത്തി. ആ ഗ്രാമത്തിൽ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ്. ഉത്തർപ്രദേശിലെ ഭവൻഗേരി വില്ലേജിനെ ആകെ നടുക്കിയ ഞെട്ടിച്ച സംഭവ പരമ്പരകളുടെ ഒരു തുടക്കം അവിടെ ആരംഭിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി. ആ കാഴ്ച കണ്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറും കൂടുതലുള്ള ആളുകളും ഉടൻ തന്നെ ആ വിവരം ഹയർ ഓഫീഷ്യൽസിനെ അറിയിച്ചു. സ്ഥലം SP-യും IG വരെ സ്ഥലത്തെത്തി. അവരാരും തന്നെ ഇത്തരത്തിലൊരു കാഴ്ച അതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്ഥലത്തെത്തിയ പോലീസിന്റെ കൂടെ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും കൂടി എത്തി. ഇപ്പോൾ ആ വീടിന് ചുറ്റുമായി പോലീസ് ഒരു റിബൺ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ മുറിക്കുള്ളിലേക്ക് കിടന്ന ഫോറൻസിക്കാരും എൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായ പോലീസും ശരിക്കും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. ആ കിടക്കകൾ കിടക്കുന്ന ആളുകൾ മരണപ്പെടുന്ന ആ കിടക്കയ്ക്ക് ഒന്നുമേ സംഭവിച്ചിട്ടില്ല. കിടക്ക വിരിയിൽ ഒരു ചുളു പോലും വീണിട്ടില്ല, തലയുടെ പോലും അനങ്ങിയിട്ടില്ല. അമ്പരപ്പിക്കുന്നതാണ് ആ കാഴ്ച. കഴുത്തിൽ ഒരു മഴ പോലുള്ള സാധനം കൊണ്ട് വെട്ടിയിരിക്കുകയാണ്. 6 ആളുകളും ആ ശൈലിയിലാണ് മരിച്ചിരിക്കുന്നത്. ആ മരണപ്പെട്ടിരിക്കുന്ന ആളുകൾ കിടക്കുന്ന കിടക്കകളുടെ ആ അവസ്ഥ ഒരു കൗതുകവും അമ്പരപ്പും സംശയം ഒരുപോലെ ഉണ്ടാക്കുകയാണ്. ശബനം ഏതാണ്ട് സംസാരിക്കാൻ പറ്റുന്ന പരുവത്തിലേക്കായിട്ടുണ്ട്. ശബനത്തോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അവള് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കഥയാണ് പോലീസിനോട് പറഞ്ഞത്. രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി അവൾ അവളുടെ സുഹൃത്തായ സലീമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു ബോധക്ഷയം വന്നു. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് മുഖമൊന്ന് കഴുകാനായി അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൾ യഥാർത്ഥത്തിൽ ആ കാഴ്ചയിൽ കണ്ടത്. അവളുടെ പിതാവ് ഷൗക്കത്ത് അലിയും അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയും അനുജനും സഹോദരന്റെ മകനും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിഷ്വലിലേക്ക് നോക്കിയ അവൾ ബോധം കെട്ട് തറയിൽ വീണു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബോധം വീണതും അവൾ ഓടിച്ചെന്ന് അവളുടെ ഫോൺ എടുത്ത് സലീമിനെ വിളിച്ച് കാര്യം പറഞ്ഞു. സലീമിനോട് കാര്യം പറയുമ്പോഴേക്കും വീണ്ടും അവൾക്ക് ബോധം നഷ്ടമായി. പിന്നീട് ബോധം വീണപ്പോഴാണ് അവൾ വിളിച്ചു കൂവിയതും ലത്തീഫും സംഘവും സ്ഥലത്തെത്തിയത്. സകല മാധ്യമങ്ങളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിഷ്വലുകളുടെ ഒരു ശൃംഖല തന്നെ ചാനലുകൾ വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അർദ്ധരാത്രി അങ്ങനെ ഒരു കൊലപാതക പരമ്പര നടന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാം? ആളുകൾ അതിനെക്കുറിച്ച് കഥകൾ പറയുമ്പോഴേക്കും പതുക്കെ ഇൻഫർമേഷൻസ് പോലീസ് കളക്ട് ചെയ്ത് തുടങ്ങി. ഷൗക്കത്ത് അലിയുടെ കുടുംബം ശരിക്കും ആ വില്ലേജിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. അവരൊരു ഷിയ വിശ്വാസികളാണ്. ഷിയ വിശ്വാസികൾ ഇന്ത്യയിൽ അങ്ങനെ അധികം ഉള്ളതല്ല. അവർ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറിപ്പാർത്ത മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായ ആളുകളാണ്. അവരെ മറ്റുള്ള ആളുകളൊക്കെ ലേശം ഭയഭക്തി ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഏകദേശം ഒരു 9 ഏക്കറോളം സ്ഥലമുള്ള 2 നില ബിൽഡിങ് ഷൗക്കത്തിനുണ്ട്. ഒത്തിരി ബിസിനസ് സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് എതിർപ്പുള്ള ബിസിനസ്സിൽ അവരെ ശത്രുവായി കാണുന്ന ആരെങ്കിലും അവർക്കിട്ട് ഒരു പണി കൊടുത്തതാണോ, ഒരു കൊട്ടേഷൻ
ഗ്യാങ്ങിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? അനവധി ചോദ്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. പോലീസ് ആ ചോദ്യങ്ങളൊക്കെ ഒന്നൊന്നായി അനലൈസ് തുടങ്ങി. ഇതിനിടയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ആ വീട് അരിച്ചു പറക്കി തുടങ്ങി. ഇത്രയും ക്രൂരമായ കൊല നടത്താൻ ഒരു മോട്ടീവ് വേണമല്ലോ. മോഷണമാണോ മോട്ടീവ്? ആ ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ശ്രദ്ധയിൽ ആദ്യമേ വന്നതാണ്. മോഷണം എന്ന ആ പദം ഉറയ്ക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ആ ശൈലിയുടെ കാഴ്ചകൾ കാണണം. പക്ഷെ അവിടെ ഒരു അലമാരയും വലിച്ചു തുറന്നിട്ടില്ല, ഒരു ഡ്രോയറും വലിച്ചു തുറന്നിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു വീട്ടിൽ ഈ ശൈലിയിൽ ഒരു കൊലപാതക പരമ്പര നടക്കുമ്പോൾ ആ വീട് മുഴുവൻ വലിച്ചു വാരിയിടുകയും കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും മോഷ്ടാക്കൾ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. മോഷണമല്ല ആ കൊലപാതക പരമ്പര നടത്തിയിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യം. അക്കാര്യത്തിൽ പോലീസിന് സംശയമൊന്നുമില്ല. അങ്ങനെ ആളുകളുടെ ലക്ഷ്യമാണെന്ന് പോലീസ് തീരുമാനിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഈ ശൈലിയിൽ കൊലകൾ നടത്താൻ കഴിയില്ല. ഒന്നിലധികം ആളുകൾ ആ കൊലപാതകത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. അതും പോലീസ് തീർച്ചപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പോലീസിന്റെ IT വിഭാഗം മറ്റൊരു ഡേറ്റ പരിശോധിക്കുകയാണ്. ഡം ഡേറ്റയാണ് അവർ പരിശോധിക്കുന്നത്. ഈ കൊലപാതകം നടന്നിരിക്കുന്ന ആ സമയത്ത് ആ ഭാഗത്ത് വന്നിരിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ മൊബൈലിൽ സ്വാഭാവികമായും ടവറിൽ കണക്ട് ചെയ്യപ്പെടും. അങ്ങനെ ഏതെങ്കിലും മൊബൈലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതുമാത്രമല്ല, അപരിചിതരായ ആരെങ്കിലും ആ രാത്രിയിൽ ആ ഗ്രാമത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. വളരെ വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസിന് ആ ഭാഗത്ത് അതുമായി ബന്ധിപ്പിച്ച് നടത്തണം. ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത്. മഴ പോലുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് വെട്ടി മുറിച്ചിരിക്കുകയാണ്. ഒന്നിലധികം തവണ കഴുത്തിൽ വെട്ട് ഏറ്റിട്ടുണ്ട്. ഒന്നിലധികം തവണ ഒരാളുടെ കഴുത്തിൽ വെട്ട് ഏൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആള് ഒന്ന് പിടയുകയോ ആ ആള് എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ആ ബെഡിലെ കിടക്കവിരി അനങ്ങണം, ചുളിയണം. അതൊന്നും സംഭവിച്ചിട്ടില്ല. അക്കാര്യം പോലീസിന് അറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തമായ മഴ ഉപയോഗിച്ചാണ് വെട്ടിയിരിക്കുന്നതെന്ന് കണ്ട നിമിഷത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം മഞ്ഞ കളർ കൊണ്ട് മാർക്ക് ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ടിരിക്കുന്ന 7 പേരിൽ 6 പേരുടെ ബോഡിയിലും ഒരു സെഡേഷൻ കലർന്നിട്ടുണ്ട്. 7ാമത്തത് ആ പിഞ്ചു കുഞ്ഞാണ്. ആ പിഞ്ചു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത്. ബാക്കി 6 ആളുകളെയും മയക്കി കിടത്തിയതിനു ശേഷമാണ് കൊല നടത്തിയിരിക്കുന്നത്. നേരത്തെ പോലീസിന്റെ ആ സംശയത്തിന് ഒരു മറുപടി അവിടെ കിട്ടി. ആ 6 ആളുകൾ മരിക്കുമ്പോഴും കിടക്കയ്ക്ക് ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പോലീസിന് അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോ ഒരു കാതറായ ചോദ്യം വരികയാണ്. ശരിക്കും അവിടെ ആരാണ് അവരെ മയക്കിയത്? നേരത്തെ ആ ദൃക്സാക്ഷിയായ ശബനം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവള് ഏകദേശം 10 മണിയോടുകൂടി മയക്കം വന്നപ്പോഴാണ് അവളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന്. അവൾ പുറത്തു വന്നപ്പോൾ അവളുടെ വീട്ടുകാരൊക്കെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതും അവൾ ബോധം കെട്ട് വീഴുകയായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് അവൾ കോള് വിളിച്ചിരിക്കുന്നതെന്ന് മൊബൈൽ ഡേറ്റ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. അവൾ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. അവൾക്ക് സമയം ഓർമ്മയില്ലെന്ന് മാത്രം. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവള് വീണ്ടും ബോധത്തിലേക്ക് വന്നതും വിളിച്ചു പോകുന്നതും. അങ്ങനെയാണ് അടുത്തുള്ള വീട്ടുകാരൻ സ്ഥലത്തെത്തുന്നത്. പോലീസിന് ആ സംഭവങ്ങളുടെ ഒരു ക്രമമുണ്ട്. ഇനി പോലീസിന് അറിയേണ്ടത് ആരാണ് ആ ആളുകൾക്ക് സെഡേഷൻ കൊടുത്തതെന്നാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സെഡേഷന്റെ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചതും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിനോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഡോക്ടർ, എങ്ങനെയാണ് ഈ മരിച്ച ആളുകളുടെ ബോഡിക്കുള്ളിലേക്ക് ഈ സെഡേറ്റീവ് കടന്നത്? അങ്ങനെ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇൻക്വസ്റ്റ് നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ബോഡി ശരിക്കും സൂക്ഷ്മമായിട്ട് തന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ നോക്കിയതാണ്. അയാൾ മാത്രമല്ല, സകല ഫോറൻസിക് വിദഗ്ധരും അത് നോക്കിയിരുന്നു. ആ സമയത്ത് ആ ബോഡികളിലൊന്നും വേറെ അടയാളങ്ങളൊന്നും കണ്ടിരുന്നില്ല, പ്രത്യേകിച്ചും സിറിഞ്ച് പോലുള്ള അടയാളങ്ങളൊന്നും. ആ കാര്യം ഓർമ്മയുള്ളത് കൊണ്ടാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡോക്ടറോട് അങ്ങനെ ചോദിച്ചത്. ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളും ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ളിലേക്ക് വന്നതാണ്. അവര് ഏകദേശം ഒരു രാത്രി 7നും 7:30ക്കും ഇടയിലാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ആ കഴിച്ച ഭക്ഷണം ദഹിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ ഭക്ഷണ സാമ്പിളിലാണോ സെഡേഷൻ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിനെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ വേണ്ടി സാമ്പിളുകൾ ലാബിലേക്ക് ഞങ്ങൾ അയച്ചിരിക്കുകയാണ്. എന്തായാലും ഡോക്ടർ പറഞ്ഞ ആ മറുപടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രതീക്ഷ നൽകുകയാണ്. ഏത് ആഹാര സാധനം വഴിയാണ് ആ സെഡേഷൻ ആളുകളുടെ വയറ്റിലേക്ക് ചെന്നതെന്ന് അറിയണം.
അതറിഞ്ഞാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിനിടയിൽ ആ സംഭവ സ്ഥലത്തെത്തിയ ഡോഗ് സ്ക്വാഡ് ആ വീട് മുഴുവൻ മണപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഓടി നിരത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് വലത് ഭാഗത്ത് വയലിനിടയിൽ കൂടി ഓടി മെയിൻ റോഡിൽ കയറിയായിരുന്നു. നിരത്തിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള ആ യാത്ര വയലിനിടയിലുള്ള ഒരു കീലിടാത്ത വഴിയിലൂടെയാണ്. അത് ഏകദേശം ഒരു 100-300 മീറ്റർ ഉണ്ട്. അത്രയും ദൂരം കവർ ചെയ്ത നായ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെയാണ് റോഡിലേക്ക് ഓടിക്കേറിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. കൊല നടത്തിയ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ വേറെ ഒരിടത്തും കയറാതെ റോഡിലേക്ക് ഓടിക്കേറിയിരിക്കുകയാണ്. റോഡിലെത്തിയ ആ പോലീസ് നായ റോഡിൽ അവിടെ അങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പ്രതികൾ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ്. ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് ആ രാത്രിയിൽ അവിടെ നിന്ന് കടന്നുപോയിരിക്കാൻ സാധ്യതയുള്ള വാഹനങ്ങൾ ഏതെങ്കിലും ക്യാമറകളിൽ എവിടെയെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തി. ആ റോഡ് ഇരുവശത്തേക്കും മൂവ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തുമുള്ള CCTV ക്യാമറകൾ ഒന്ന് നിരീക്ഷിക്കാനുള്ള ഏർപ്പാട് പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ അപൂർവമായിട്ട് മാത്രമാണ് അന്ന് CCTV ക്യാമറകൾ ഉള്ളത്. ചില കടകളിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബാങ്കുകളുമായി ബന്ധിപ്പിച്ച് അന്ന് ക്യാമറ ഉണ്ട്. ആ ക്യാമറകളിലെ വിഷ്വലുകളാണ് പോലീസ് പരിശോധിച്ചു തുടങ്ങിയത്. CCTV വിഷ്വലുകൾ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നു, മറ്റൊരു ഭാഗം ഈ ഡംപ് ഡേറ്റ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ 9 ഏക്കർ വരുന്ന ആ പുരയിടത്തിനകത്തുനിന്ന് കളക്ട് ചെയ്ത ചില സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ആ വീട്ടിന് ഒരു സ്വഭാവമുണ്ട്. ആ വീട്ടിലെ വേസ്റ്റുകൾ അവരെ കുറച്ച് ദൂരേക്ക് കൊണ്ട് കളയുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. ആ വേസ്റ്റ് കളഞ്ഞിരിക്കുന്ന ഭാഗം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷ്മമായി പരിശോധന നടത്തിയിരുന്നു. വേസ്റ്റുകൾ ഇങ്ങനെ ചിക്കിപ്പറകെ എടുക്കുമ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ചില സ്ട്രിപ്പുകളൊക്കെ കിട്ടി. മരുന്നുകളുടെ കവറുകളാണ്. ആ എല്ലാ കവറും അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പിറക്കിയെടുത്തിരുന്നു. അത് മുഴുവൻ അവർ മേശപ്പുറത്ത് നിരത്തി വെച്ചു. അങ്ങനെ ആ മരുന്ന് സ്ട്രിപ്പുകളിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഒരു സെഡേഷന്റെ സ്ട്രിപ്പ് കിട്ടി. പോലീസിന് ഇനിയിപ്പോൾ ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് ശബനത്തെ മാത്രമാണ്. ശബനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം അവൾക്കും ബോധക്കേട് വന്നു എന്നാണ്. ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മയുള്ള പോലീസിന് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ശബന ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ആ സെഡേഷന് വിധേയരായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? അതറിയാനായി പോലീസ് ശബനത്തോട് തന്നെ സംസാരിച്ചു തുടങ്ങി. ശബനം, ഈ സംഭവ ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് രാത്രി ആരെങ്കിലും വന്നിരുന്നു? ഇല്ല സാർ, ആരും വന്നിട്ടില്ല. ഞാനൊരു 9 മണിയോടുകൂടി എൻ്റെ മുറിയിലേക്ക് കടന്നായിരുന്നു. ശബനം ഏകദേശം 9 മണിയോടുകൂടി അവളുടെ മുറിയിലേക്ക് കടന്നു വന്നും ആ മുറിയിൽ വെച്ച് അവൾ അവളുടെ സുഹൃത്തായ സലീമിനോട് ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ പോലീസിനോട് അവൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും അവൾ ആവർത്തിക്കുകയാണ്. ആ വീട്ടിലെ പലരുടെയും ശരീരത്തിൽ സെഡേഷൻ കലർന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇപ്പോൾ പോലീസിനുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയാനാണ് അവർ ശബനത്തെ ചോദ്യം ചെയ്തത്. അവൾ പക്ഷേ അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നില്ല. പോലീസ് അവളോട് ചോദിച്ചു, അല്ല ശബനം, 7:30 മണിക്കല്ലേ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത്? അതെ സാർ, 7:30 ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം എന്തെങ്കിലും കഴിച്ചായിരുന്നു? സാർ, പിന്നീട് ഒന്നും കഴിച്ചില്ല. പക്ഷെ 9 മണിയോട് അടുപ്പിച്ച് ഉമ്മ ഒരു ചായ ഇട്ടിരുന്നു. ആ ചായ ഞങ്ങളെല്ലാവരും കുടിച്ചായിരുന്നു. രാത്രി പൊതുവെ ഞങ്ങളിങ്ങനെ ചായ കുടിക്കുന്ന പതിവുണ്ട്. അന്നും ചായ കുടിച്ചിരുന്നു. ഏയ് ശബന, എപ്പോഴാണ് നിങ്ങൾ ചായ കുടിച്ചത്? സാർ, ഒരു രാത്രി 9 മണി കഴിഞ്ഞ് കാണും. ചായ കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയത്. പോലീസിന് ഇപ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമാവുകയാണ്. അവിടെ ആ സെഡേഷൻ ഗുളിക ആളുകളുടെ ബോഡിയിലേക്ക് വന്നിരിക്കുന്നത് ആ ചായ വഴിയാണ്. ഏകദേശം രാത്രി 9 മണിയോട് അടുപ്പിച്ച് ശബനത്തിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ആ ചായയിലൂടെ ആളുകളുടെ ശരീരത്തിലേക്ക് ആ സെഡേറ്റീവ് കടന്നിരിക്കുകയാണ്. ഉമ്മ ഉണ്ടാക്കിയ ചായയിലൂടെയാണ് സെഡേറ്റീവ് കടന്നതെന്ന് ശബനം പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും. എല്ലാ ആളുകൾക്കും സെഡേറ്റീവ് ഉമ്മ എന്തിന് കൊടുത്തു? ആ ഉമ്മ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുകയാണല്ലോ. സെഡേറ്റീവ് ഉമ്മയുടെ ശരീരത്തിൽ കടക്കുമ്പോൾ എല്ലാവരുടെ ശരീരത്തിൽ ഒരുപോലെ കടന്നിരിക്കുകയാണ്. ബോധരഹിതയായി വീഴുന്ന ആ നിമിഷത്തിൽ ഉമ്മയ്ക്ക് എല്ലാവരും വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് സ്വയം മരിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. അവരുടെ കഴുത്തും ഒരുപോലെ മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആരോ മനഃപൂർവ്വം ആ ചായയിൽ സെഡേറ്റീവ് കലർത്തിയതാണ്. ആ ഒരു ധാരണ ഉറച്ചതും പോലീസ് സംഘം ആ വീട് ഒന്നുകൂടി സൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി. ആ വീടിനകത്തേക്ക് ഏതെല്ലാം വഴിയിലൂടെ കടക്കാം? മുൻഭാഗത്തെ വാതിലൂടെ കടക്കാം, പുറകുവശത്തെ വാതിലൂടെ കടക്കാം, അതുപോലെ ടെറസിന് മുകളിൽ കൂടി കടക്കാൻ പറ്റും. പോലീസ് ആ ഭാഗമെല്ലാം നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിലും ഒന്നുകൂടി പരിശോധിച്ചു. ഫോറൻസിക് വിദഗ്ധരുടെ ഒരു വൻ സംഘം തന്നെ ആ സംശയം തീർക്കാൻ വേണ്ടി സംഭവ സ്ഥലത്തുണ്ട്. ആ ബിൽഡിങ്ങിന്റെ എല്ലാ ഭാഗവും അവർ പരിശോധിക്കുകയാണ്. ഏതെങ്കിലും വ്യക്തികളുടെ വിരലടയാളം
അവിടെ ഏതെങ്കിലും വാതിലുകളുമായോ ജനലുകളുമായോ ബന്ധിപ്പിച്ച് ഉണ്ടോ എന്നാണ് അവർ നോക്കിയത്. നേരത്തെ തന്നെ അവർ ഒരു കാര്യം ഉറപ്പാക്കിയിരുന്നു, ആ വീടിന്റെ മുൻവാതിൽ അല്ലാതെ ഒരു വാതിലും തുറന്നിട്ടില്ല എന്നുള്ള കാര്യം. ആ വീടിന്റെ ജനാലകൾ ഒന്നുപോലും തുറന്നിട്ടില്ല. അതിന്റെ അർത്ഥം മുൻവാതിൽ വഴിയാണ് ആളുകൾ കടന്നതെന്നാണ്. എന്നാലും അത് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടാണ് മറ്റെല്ലാ വാതിലുകളും നോക്കിയത്. ഇപ്പോ ആ കാര്യം ഉറപ്പാണ്. കടന്നു വന്നവർ ആരാണെങ്കിലും മുൻവശത്തെ വാതിൽ വഴിയാണ് വന്നിരിക്കുന്നത്. മുൻവശത്തെ വാതിൽ വഴി വന്ന ആള് എപ്പോ അവിടെ ആ സെഡേറ്റീവ് കലക്കി. ഏകദേശം 9 മണിയോടുകൂടി അടുക്കളയിൽ ചായ ഉണ്ടാക്കിയ ആ ഉമ്മ മക്കൾക്കും ഭർത്താവിനും ഒക്കെ ആ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അവര് പോലും അറിയാതെ ആ ചായയിൽ സെഡേറ്റീവ് ഉണ്ടായിരുന്നു. അവര് ചായ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒളിച്ചു നിന്ന ആ വ്യക്തി അവർ പോലും അറിയാതെ ചായയിൽ സെഡേറ്റീവ് കലർത്തിയു. പോലീസിനെ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. ആ വീട്ടിലുള്ള ആളുകൾ ആരും അറിയാതെ ഒരാൾ എങ്ങനെ ആ വീട്ടിനകത്ത് കടന്നു? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കണമല്ലോ. പോലീസിനെ വീണ്ടും കാര്യങ്ങൾ കുഴപ്പിക്കുകയാണ്. ഈ സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു സംശയം തോന്നുന്നത്. അയാൾ ഷബ്നത്തെ ഹോസ്പിറ്റലിലേക്ക് വരുത്തി അവിടെയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് അവളുടെ ബ്ലഡ് സാമ്പിളുകൾ പരിശോധിച്ചു തുടങ്ങി. ഷബ്നത്തിന്റെ ബോഡിയിലെ സെഡേഷന്റെ അളവ് എത്രയുണ്ടെന്ന് അറിയുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. ആ പരിശോധനാ ഫലം പോലീസിന്റെ മേശപ്പുറത്ത് എത്തുമ്പോൾ ശരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വല്ലാത്ത പ്രതീക്ഷ ഉണ്ടായി. ആ റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി ടെസ്റ്റ് നടത്തിയ ലാബുകാർ ഒരു കാര്യം വ്യക്തമാക്കി. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ ഷബ്നത്തിന്റെ ബോഡിയിൽ ഒരു തരത്തിലുള്ള സെഡേറ്റീവും കടന്നിട്ടില്ല. സെഡേറ്റീവ് അവളുടെ ബോഡിയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആ ലാബുകാർ വ്യക്തമാക്കുമ്പോൾ പോലീസിന് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ഷബ്നം പറഞ്ഞ കഥയിൽ ഒരുപാട് പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾ ഉണ്ടെന്ന് ബോധ്യമായതും പോലീസ് ആദ്യമേ ഷബ്നം പറഞ്ഞ ആ കഥ ഒന്നുകൂടി സൂക്ഷ്മമായി അവലോകനം നടത്തി തുടങ്ങി. അവൾ പറഞ്ഞ കഥയിൽ രാത്രി 10 മണിയൊക്കെ അവൾ ഉറക്കം വന്നപ്പോഴാണ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതിനു മുമ്പ് അവൾ അവളുടെ സുഹൃത്ത് സലീമിനോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ബോധം പോയ അവൾ ബോധം വന്നുടൻ സലീമിനെ വീണ്ടും വിളിച്ചിരുന്നു. അത് പോലീസ് കൺഫേം ആക്കിയ കാര്യമാണ്. അത് ഏകദേശം രാത്രി 12 മണിക്കാണ്. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ ഏകദേശം 1:30 മണിയായി. ആ സമയത്താണ് അവൾ വിളിച്ചു കൂവിയതും അയൽക്കാരൊക്കെ ആ വീട്ടിലേക്ക് ഓടി വന്നതും. കഥകളൊക്കെ അവൾ പറഞ്ഞത് അതുപോലെ പോലീസ് റെക്കോർഡിലുണ്ട്. ആ കഥയിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള ഒരു അന്വേഷണം പെട്ടെന്ന് പോലീസ് നടത്തി. ആ അന്വേഷണം പോലീസ് നടത്തിയത് ആ സലീമിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. സലീമിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണക്ട് ചെയ്ത് പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ പോലീസിന്റെ കൈവശം വന്നു. സലീമിന്റെ വീടും ഈ ഷബ്നത്തിന്റെ വീടും 2 മൊബൈൽ ടവറുകളുടെ പരിധിക്കുള്ളിലാണ്. രാത്രി 10 മണിക്ക് ഷബ്നം സലീമിനെ വിളിക്കുന്ന സമയത്ത് സലീം ഷബ്നത്തിന്റെ വീടിരിക്കുന്ന ആ മൊബൈൽ ടവറിന്റെ പരിധിയിലാണ്. 12 മണിക്ക് ഷബ്നം സലീമിനെ വിളിക്കുമ്പോൾ സലീമിന്റെ വീടിരിക്കുന്ന ആ മൊബൈൽ ടവറിന്റെ പരിധിയിലാണ്. 10 മണിക്ക് ഷബ്നത്തിന്റെ വീടിന്റെ പരിധിയിലുണ്ടായിരുന്ന സലീം 12 മണിയായപ്പോൾ അവന്റെ വീടിന്റെ പരിധിയിൽ എത്തിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ആളുകളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 10-നും 10:30-ക്കും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകങ്ങൾ നടന്ന സമയത്ത് സലീം ഈ വീടിന്റെ പരിസരത്ത് ഉണ്ടാകണ്ടേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സലീമാണോ ഇനി കൊലകൾ നടത്തിയത്? ആ ചോദ്യം പോലീസിന്റെ മുന്നിലേക്ക് വന്നതും പോലീസ് റെക്കോർഡിൽ വേറെയും കുറെ കാര്യങ്ങൾ കടന്നു വന്നു. ഈ കൊലപാതക പരമ്പര നടന്നതിന് ശേഷം അയൽപക്കത്തുള്ള മുഴുവൻ ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഷൗക്കത്ത് അലിയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു. ഷൗക്കത്ത് അലിയുടെ ബന്ധുക്കളെല്ലാം ചോദ്യം ചെയ്യൽ വിധേയമായവരാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഷൗക്കത്ത് അലിയുടെ മരുമകൾ അഞ്ജുവിന്റെ പിതാവ് മുഹമ്മദാണ്. മുഹമ്മദ് ഒരു കാര്യം പോലീസിനോട് ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് സൂചിപ്പിച്ചിരുന്നു. അയാളുടെ മകൾ അഞ്ജു അയാളോട് ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. സലീമും ഷബ്നയും ഇഷ്ടത്തിലായിരുന്നു. സലീം ഒരു പത്താൻ വംശജനാണ്. ഷിയ വംശജയാണ് ഷബ്നം. രണ്ടുപേരും മുസ്ലിം മതവിശ്വാസികളാണെങ്കിലും രണ്ടും 2 വ്യത്യസ്ത ജാതികളാണെന്ന് പറയാം, അല്ലെങ്കിൽ 2 വ്യത്യസ്ത ഗോത്രങ്ങളാണെന്ന് പറയാം. ആ ഗോത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഗോത്രവും അവർക്കുള്ളിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. ഷിയ വംശജർ അവരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നേ വിവാഹം കഴിക്കും. പത്താൻകാരും അങ്ങനെ തന്നെ. പിന്നെ ഇന്ത്യയിലെ ഹയറാർക്കി അനുസരിച്ച് പത്താനേക്കാൾ വളരെ മുകളിലാണ് ഷിയ. അത് ഒരു കാര്യം. രണ്ടാമത്
ഈ ഷിയ വംശജിയായ ഷബനത്തിന്റെ വീട്ടുകാർ സമൂഹത്തിൽ വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. സാമ്പത്തികമായിട്ട് അവർ വളരെ ഉന്നത നിലയിലാണ്. അതിനു പുറമെ ഷബ്നം ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേഷൻ അതോടൊപ്പം ജോഗ്രഫി പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ യുവതിയാണ്. അവള് സമീപത്തുള്ള ഒരു സ്കൂളിലെ ടീച്ചറുമാണ്. അതേസമയത്ത് സലീം 6ാം ക്ലാസ്സിൽ പഠിത്തം മതിയാക്കിയ ഒരു കക്ഷിയാണ്. അവൻ അവൻ്റെതായ ചില ആക്ടിവിറ്റീസുമായിട്ട് നടക്കുകയാണ്. ഈ സലീമും സ്കൂൾ ടീച്ചറായ ഷബ്നവും തമ്മിൽ ഒരു അടുപ്പമുണ്ടെന്നുള്ള കാര്യം വീട്ടിലറിയാമെന്ന് മാത്രമല്ല, സലീം പലതവണ ഷൗക്കത്തിന്റെ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ഷൗക്കത്തിന്റെ വീട്ടിൽ സലീം വരുന്നതിന്റെ പേരിൽ പലപ്പോഴും വഴക്കുണ്ടാവുകയും ആ വഴക്ക് അവസാനം തലയിൽ കലാശിക്കുകയും ചെയ്യും. ഷൗക്കത്ത് അലി പലതവണ ഷബ്നത്തിനെ മർദ്ദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അഞ്ജു അവളുടെ പിതാവായ മുഹമ്മദിനോട് പറഞ്ഞിരുന്നു. മുഹമ്മദ് ആ കാര്യങ്ങളൊക്കെ പോലീസിന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോ 2-3 കാര്യങ്ങൾ പോലീസിന്റെ മുൻഭാഗത്തുണ്ട്. 1, കൊല നടന്നിരിക്കുന്നത് 10നും 10:30ക്കും ഇടയിലാണ്. 2, ആ കൊല നടന്ന സമയത്ത് സലീം ആ വീടിന്റെ സമീപത്തുള്ള മൊബൈൽ ടവർ ലൊക്കേഷനിലുണ്ട്. 3, ഈ കൊല നടന്ന വീട്ടിൽ സെഡേഷൻ ഇല്ലാത്ത 2 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. 1 ഷബ്നം, മറ്റൊന്ന് ആ 10 മാസം പ്രായമുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാ കൊന്നിരിക്കുന്നത്. ഷബ്നത്തിന്റെ ബോഡിയിൽ മാത്രം സെഡേറ്റീവ് എന്തുകൊണ്ട് കടന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും സ്വാഭാവികമായിട്ട് ഈ കേസ് തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ പോലീസ് കരുതുമ്പോൾ സലീമിന്റെ ചില സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ പോലീസിനെ തേടിയെത്തി. അത് സംഭവിക്കുന്നത് ഏപ്രിൽ 19 രാത്രിയോട് അടുപ്പിച്ചാണ്. ഏപ്രിൽ 15 ശരിക്കും ഈ കൊലപാതക പരമ്പര നടന്നിരിക്കുന്നത്. ഏപ്രിൽ 19 വളരെ യാദൃശ്യവശാൽ സലീമിന്റെ ഒരു സുഹൃത്ത് പോലീസിനോട് അവൻ കേട്ട ഒരു കാര്യം പറഞ്ഞു. അവൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ സലീം അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു വാചകമാണ് അവൻ്റെ മനസ്സിൽ തറച്ചത്. അവൻ ആ സുഹൃത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും സലീം ആ സംഭാഷണം അവസാനിപ്പിച്ചിരുന്നു. പക്ഷെ അവൻ കേട്ട വാചകം അവന് നന്നായിട്ട് ഓർമ്മയുണ്ട്. അവൻ പോലീസിനോട് ആ വാചകത്തെക്കുറിച്ച് പറഞ്ഞു. സർ, സലീം എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് അവൻ തികച്ചും തെറ്റായ ഒരു കാര്യം ചെയ്തു എന്നാണ്. ചില ആളുകളെ അവന് ഒഴിവാക്കാൻ കൂട്ടു നിൽക്കേണ്ടി വന്നു എന്നാണ് അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത്. ഞാൻ കടന്നു വന്നപ്പോൾ ആ സംഭാഷണം അവിടെ അവസാനിച്ചു. ചില ആളുകളെ ഒഴിവാക്കാൻ കൂട്ടു നിൽക്കേണ്ടി വന്നു എന്നുള്ള സലീമിന്റെ ആ വാചകം വളരെ യാദൃശ്യവശാൽ കേട്ട ആ കൂട്ടുകാരൻ അത് പോലീസിൽ അവന് പരിചയമുള്ള ഒരു പോലീസുകാരനോട് റിപ്പോർട്ട് ചെയ്തിരുന്നു. അയാൾ ആ വിവരം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. പോലീസിന് ഇപ്പോൾ വേണമെങ്കിൽ സലീമിനെ പോക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കൺഫർമേഷൻ എടുക്കാൻ വേണ്ടി പോലീസ് സലീം സംസാരിച്ച ആ സുഹൃത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഷബ്നവും ഉണ്ട്, സലീമും ഉണ്ട്. 2 പേരുടെയും എല്ലാ നീക്കങ്ങളും ടെലിഫോൺ കോളുകളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സലീമിന്റെ സുഹൃത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച പോലീസ് അവനോട് സലീം പറഞ്ഞ ആ വാചകം പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഒന്ന് പതറി. നിന്നോട് സലീം എന്തിനാ അങ്ങനെ പറഞ്ഞത്? സർ, അവനും ആ ഷബ്നവും തമ്മിൽ ശരിക്കും ഇഷ്ടത്തിലായിരുന്നു. ഷബ്നം അവനെ കൊണ്ട് വേണ്ടാത്ത ചില കാര്യങ്ങൾ ചെയ്യിച്ചു എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അവൻ ബാക്കിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ സുഹൃത്ത് അങ്ങോട്ട് വന്നപ്പോൾ സംഭാഷണം അവിടെ അവസാനിച്ചിരുന്നു. നീ പിന്നീട് അവനോട് കൂടുതൽ കാര്യം തിരക്കിയില്ലേ? ഇല്ല സാർ, അവൻ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് പേടി തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും തിരക്കിയില്ല. നീ ഈ കാര്യം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തില്ല? സാർ, അവൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ വല്ലാതെ ഭയം തോന്നി. അതുകൊണ്ടാണ് ഞാനത് കേൾക്കാൻ വിസമ്മതിച്ചു തന്നെ. ശരിക്കും പോലീസിന്റെ അടുത്ത് നിന്ന് അവൻ അറിഞ്ഞ കാര്യം ഒളിച്ചു വെച്ചത് തൊട്ട് ശരിയായില്ല എന്നുള്ള കാര്യം അവൻ അറിയാം. പക്ഷേ അവൻ വിറയ്ക്കുന്ന കണ്ടതും പോലീസ് അവനെ ഒരു മാപ്പ് സാക്ഷിയാക്കാനുള്ള ഒരു ധാരണയിലേക്ക് കടന്നു. അതിനുശേഷം അധികം സമയം കളയുമ്പോൾ സലീമിനെയും ഷബ്നത്തെയും പോലീസ് പൊക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സലീം സ്റ്റേഷനിലെത്തുമ്പോൾ ഷബ്നം സ്റ്റേഷനിലുണ്ട്. ഷബ്നത്തിനെ കണ്ടപ്പോൾ തന്നെ സലീമിന് ഒരു വിറയലുണ്ടായി. പോലീസ് ഷബ്നത്തെ ഒരു സ്ഥലത്തിരുത്തിട്ട് സലീമിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുവന്നു. സലീമിനോട് പോലീസ് ചോദിച്ചു, സലീം, ഈ 7 ആളുകളെയും കൊലപ്പെടുത്താൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? വളരെ ഡയറക്റ്റ് ആയിട്ടാണ് പോലീസിന്റെ ആ ചോദ്യം. അവനെ പോലീസ് അവിടേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവനെ പോലീസ് വിളിക്കുന്നതാണെന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അവനോട് അങ്ങനെ ചോദിച്ചപ്പോൾ ശരിക്കും അവൻ അങ്ങ് പതറിപ്പോയി. അവൻ്റെ എല്ലാ ഡിഫൻസും ആ 1ാമത്തെ ചോദ്യത്തിൽ തന്നെ തകർന്നു എന്നുള്ളതാണ് സത്യം. അവൻ പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞു,
സർ, പറ്റിപ്പോയി സർ. ശബനമാ എല്ലാം ചെയ്തത്. എനിക്ക് കൂട്ടു നിൽക്കാല്ലാതെ വേറെ ഒന്നും പറ്റുമായിരുന്നില്ല. സലീം അങ്ങനെ പറഞ്ഞതും പോലീസ് അവനോട് ചോദിച്ചു, ഓക്കെ, എന്താ സംഭവിച്ചത്? അത് നീ അതുപോലെ പറ. സർ, ഞാനും ഷബനവും തമ്മിൽ ഇഷ്ടത്തിലാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ അറിയും. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് ഷബനത്തെ അറിയാം. പക്ഷെ എനിക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞങ്ങൾ വലുതായപ്പോൾ ഞങ്ങളുടെ ബന്ധം ഷബനത്തിൻ്റെ വീട്ടിൽ അറിഞ്ഞു. അവളുടെ വാപ്പ ആ ബന്ധം അറിഞ്ഞ ദിവസം അവൾ പൊതിരെ തല്ലി. സർ, ഷബനത്തിൻ്റെ വാപ്പയോടും ഉമ്മയോടും എൻ്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും സംസാരിച്ചാണ്. പക്ഷെ അവര് ഷബനത്തെ എനിക്ക് വിവാഹം കഴിച്ച് തരില്ല എന്ന് തീർത്തു പറഞ്ഞു. ഞാൻ ഷബനവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. ഒന്നുകിൽ ഒന്നിച്ച് മരിക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക. അങ്ങനെ ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ ചിന്ത എപ്പോഴും മാറി മാറി ഷബനത്തിൻ്റെ മനസ്സിൽ എതിർക്കുന്ന ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു ആഗ്രഹമായി മാറി. അവളുടെ ആഗ്രഹത്തിന് ഞാൻ കൂട്ടുനിന്നാണ് സാർ. ഓക്കെ, അത് മനസ്സിലായി. എന്താ സംഭവിച്ചത് അത് പറ. സാർ, ഷബനം വിളിച്ചനുസരിച്ചാണ് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നത്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. സാർ, ഷബനം അവർക്കെല്ലാവർക്കും സെഡേഷൻ കൊടുത്ത് ഉറക്കി കിടത്തിരിക്കുകയായിരുന്നു. ഷബനവും ഞാനും ചേർന്ന് ആ എല്ലാവരും വകവരുത്തി. എങ്ങനെയാ വകവരുത്തിയത്? സാർ, മഴ ഉപയോഗിച്ച് കഴുത്ത് വെട്ടിയാ കൊന്നത്. ഷബനം ആ സലീമും ചേർന്ന് 6 പേരെ കഴുത്ത് വെട്ടിയും പിഞ്ചു കുഞ്ഞിനെ ശ്വാസം പൊട്ടിച്ചും കൊന്ന കഥ അവൻ വിശദമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞു. സലീം പറഞ്ഞ കഥകൾ പൂർണ്ണമായും കേട്ട് കഴിഞ്ഞതും അന്വേഷണ ഉദ്യോഗസ്ഥർ ഷബനം ഇരിക്കുന്ന മുറിയിലെത്തി. അവിടെ ഷബനത്തിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മേശയുടെ മറുവശത്ത് ഇരിക്കുകയാണ് ഷബനം. അവൾക്ക് ഒരു കൂസലുമില്ല. അവളോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഷബനം, ഞങ്ങളിപ്പോ സലീമിനെ ചോദ്യം ചെയ്തിട്ട് വരികയാണ്. സലീം എല്ലാം സമ്മതിച്ചു. നീയും സലീമും ചേർന്ന് നിന്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ എല്ലാവരെയും കൊന്ന കഥ അവൻ സമ്മതിച്ചു. അത് കേട്ടതും ഷബനം ഒന്ന് പതറി. സലീം അങ്ങനെ പറഞ്ഞു? അതെ, സലീം പറഞ്ഞു നീയാണ് 7 പേരെയും കൊന്നതെന്ന്. അങ്ങനെ പറയത്തില്ല. ഞാനല്ല കൊന്നത്, അവനാണ് കൊന്നത്. ഞാൻ വെറുതെ തല പിടിച്ചതേ ഉള്ളൂ. ഷബന, അതങ്ങനെ ശരിയാവൂലല്ലോ. നിനക്കല്ലേ അവരെ കൊല്ലാൻ എളുപ്പം. അങ്ങനെയല്ല. ആ സെഡേറ്റീവ് അവന്റെ സുഹൃത്ത് ഒരു പഴക്കച്ചവടക്കാരനുണ്ട്, അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചത് സലീമാണ്. അവൻ പറഞ്ഞനുസരിച്ചാണ് ഞാൻ ചായയിൽ അത് കലർത്തിയത്. അങ്ങനെയാണ് അവരൊക്കെ ബോധം കെട്ടത്. അങ്ങനെയാണ് ഞാൻ തല പിടിച്ചു കൊടുത്തത്, സലീം വെട്ടിക്കൊന്നത്. ഒറ്റ ശ്വാസത്തിൽ അവള് പോലീസിനോട് ആ കഥ പറഞ്ഞതും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരിക്കും UP പിടിച്ചു കുലുക്കിയ ആ കൊലപാതക പരമ്പര എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം അങ്ങനെ പോലീസിന് കിട്ടി. എന്തായാലും ഈ കേസ് കോടതിയിലെത്തി. കോടതിയിൽ കേസ് വന്നപ്പോൾ കഥകളൊക്കെ ആകെ മാറി മറിഞ്ഞു തുടങ്ങി. മെഡിക്കൽ ടെസ്റ്റിന് ഷബനത്തിനെ വിധേയമാക്കുന്നത് മുതലാണ് കഥ മാറുന്നത്. മെഡിക്കൽ ടെസ്റ്റിന് ഷബനത്തെ വിധേയമാക്കിയപ്പോൾ ഡോക്ടേഴ്സ് അവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം കണ്ടെത്തി. ഈ കൊലപാതക പരമ്പര നടക്കുമ്പോൾ അവൾക്ക് 8 ആഴ്ചത്തെ ഗർഭമുണ്ട്. ഗർഭിണിയായ ഷബനം അവളുടെ വിവാഹം നടത്താൻ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് വീട്ടുകാരെ വകവരുത്തി എന്ന ശൈലിയിലേക്ക് പെട്ടെന്നാണ് ആ കഥ അങ്ങ് പരക്കുന്നത്. ഷബനം എന്ന ആ പെൺകുട്ടി അവളുടെ വാപ്പയും ഉമ്മയും 2 സഹോദരന്മാരെയും നാത്തൂനെയും അവരുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയ സംഭവകഥ UP ആകെ പിടിച്ചു ഉലച്ചിരിക്കുമ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കഥ കൂടി വരുന്നത്. പ്രഗ്നന്റ് ആയ അവളെ വിവാഹം നടത്താൻ സമ്മതിക്കാത്തത് സാമ്പത്തിക അന്തരവും ജാതിയിലുള്ള അന്തരവുമാണ്. മുസ്ലിം മതവിശ്വാസികളാണ് 2 പേരുമെങ്കിലും 2 ജാതി ആയതുകൊണ്ട് വിവാഹം നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യം UPയിൽ വലിയ കോളിലൊക്കെ തന്നെ ഉണ്ടാക്കി. ഹിന്ദു മതത്തിലാണ് സാധാരണ ഈ ജാതിയും സംവിധാനമൊക്കെ ഉള്ളത്. ഇസ്ലാം മതത്തെ പൊതുവെ ശാസ്ത്രീയ മതമെന്നാ വിളിക്കുക. അവിടെ പക്ഷേ ഈ ശൈലിയിൽ ജാതി ഉണ്ടെന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോൾ അതുമായി ബേസ് ചെയ്തുകൊണ്ട് വൻതോതിൽ ചർച്ച നടക്കുകയാണ്. എന്തായാലും വിചാരണ കോടതിയിൽ കേസ് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ മുന്നിൽ ദൃക്സാക്ഷികളില്ല. പക്ഷെ ദൃക്സാക്ഷികൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സലീമും അതുപോലെ ഷബനും ദൃക്സാക്ഷികളാണ്. പക്ഷെ അവർ 2 പേരും ഇപ്പൊ പ്രതികളാണ്. ആ പ്രതികളല്ലാതെ ഈ കൊലപാതകം കണ്ട ആരുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സാഹചര്യ തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. പ്രോസിക്യൂഷൻ സാഹചര്യ തെളിവുകളുടെ ഒരു വൻ ശൃംഖല തന്നെ ഉണ്ടാക്കി കഥ കോടതിയിൽ അവതരിപ്പിച്ചു. സലീമും ഷബനും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനം ആ കൊലപാതക പരമ്പര നടത്തിയതും തെളിവുകൾ നശിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പ്രോസിക്യൂഷന്റെ പാർട്ടായി അവതരിപ്പിക്കപ്പെട്ടു. ഒരുപാട് തെളിവുകളും അവിടെ കൊണ്ടുവന്നു. മൊബൈൽ ഡേറ്റ റെക്കോർഡുകൾ, കോൾ ഡേറ്റ റെക്കോർഡുകൾ, ആ മരുന്ന് വാങ്ങിച്ച കടയിൽ നിന്നുള്ള വിവരങ്ങൾ, ആ മരുന്ന് വാങ്ങിച്ച വ്യക്തി, ആ വ്യക്തിയുടെ കോടതിയിലെ സാക്ഷിമൊഴി, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട്, മെഡിക്കൽ ലാബിൽ പരിശോധന നടത്തിയ ആളുകളുടെ റിപ്പോർട്ടുകൾ, ഫോറൻസിക് വിഭാഗത്തിന്റെ തെളിവുകൾ,
അതുപോലെ ചായ ഉണ്ടാക്കിയ പാത്രം ഒക്കെ എടുത്തു. അതുപോലെ ആ കോമ്പൗണ്ടിൽ നിന്ന് കളക്ട് ചെയ്ത ആ സെഡേറ്റീവ് മരുന്ന്, ഇതെല്ലാം തെളിവുകളായി. പ്രോസിക്യൂഷന് വേണ്ടി സാക്ഷി പറയാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ശബനത്തിന് വേണ്ടിയും സാക്ഷി പറയാൻ ആളുകളെത്തി. അവളുടെ സ്കൂളിൽ അവൾക്കൊപ്പം വർക്ക് ചെയ്യുന്ന അധ്യാപകർ അവൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. 2 മാസം ഗർഭിണിയായിരുന്ന അവൾ ഈ കാര്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ വീട്ടുകാർ കൊല്ലുമായിരുന്നു എന്നുള്ള വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് ആ അധ്യാപകർ കോടതി നടത്തിയത്. അക്കാര്യം അവർ പലപ്പോഴും ശബനം പറഞ്ഞു തന്നെ കേട്ടിട്ടുണ്ട്. വീട്ടിൽ അവളെയും സലീമിനെയും കൊല്ലുമെന്ന് പറയുന്നത് അവൾ കേട്ടുവെന്നാണ് അവളുടെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അവളുടെ ഒരു കസിനും കോടതിയിൽ വന്ന് അതേ മൊഴി നൽകി. അവളെയും സലീമിനെയും വകവരുത്താൻ അവളുടെ പിതാവിന് ഒരു മടിയും ഉണ്ടാകില്ല എന്ന കാര്യം കസിൻ തന്നെ കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു. ശരിക്കും ഈ വാദം കൂടി വന്നപ്പോൾ ശബനത്തിന് അനുകൂലമായിട്ടും പല സ്ഥലത്തും കമന്റുകൾ വന്നു തുടങ്ങിയാണ്. ന്യൂസ് പേപ്പറുകളിലും ന്യൂസ് ചാനലുകളിലും 2 ഭാഗത്തു നിന്നുള്ള വാദമുഖങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് സലീം ശരിക്കും ഈ കഥയെ ആകെ മാറ്റിമറിക്കുന്നത്. അവൻ കോടതി പറഞ്ഞത് അവൻ ആരെയും കൊന്നിട്ടില്ലെന്നാണ്. കൊല നടത്തിയത് ശബനമാണെന്നാണ് സലീമിന്റെ വാദം. സലീമിന് വേണ്ടി ഹാജരായ വക്കീലുമാർ അക്കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. സലീം ആ വീട്ടിലെത്തുമ്പോൾ അവരെല്ലാം നല്ല ഉറക്കത്തിലാണ്. സലീം ആ തല പിടിച്ചു കൊടുത്തപ്പോൾ ശബനമാണ് അവരുടെ എല്ലാം കഴുത്തിൽ ആഞ്ഞു വെട്ടി അവരെ കൊലപ്പെടുത്തിയത്. ശബനത്തിനെ സഹായിക്കാനായി ആ തല പിടിച്ചു കൊടുക്കുന്ന ജോലി മാത്രമാണ് താൻ ചെയ്തതെന്ന് സലീം തന്നെ കോടതിയിൽ പറയുകയും ചെയ്തു. പക്ഷെ അതിനെ ശരിക്കും വിദഗ്ധരായ ആളുകളുടെ സഹായത്താൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പൊളിച്ചടുക്കി. ഒരാളെ മഴ കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോൾ ആ വെട്ട് സൃഷ്ടിക്കുന്ന ഒരു ആഴമുണ്ട്. ആ ആഴം വെട്ടുന്ന ആളുടെ ശക്തിയുമായി കണക്റ്റഡാണ്. സലീം വെട്ടിയാൽ ഉണ്ടാകുന്ന മുറിവും ശബനം വെട്ടിയാൽ ഉണ്ടാകുന്ന മുറിവും ശരിക്കും വ്യത്യസ്തമാണെന്ന് കോടതിയിൽ വിദഗ്ധർ വ്യക്തമായി തെളിയിച്ചു. അങ്ങനെയാണ് സലീമിന്റെ കഥ പൊളിയുന്നത്. വിചാരണ നടപടികൾ അതിവേഗം പൂർത്തീകരിക്കപ്പെട്ടു. 2010 തന്നെ സെഷൻസ് കോർട്ടിന്റെ വിധിയും വന്നു. സലീമിനെയും അതുപോലെ ഷബ്നത്തെയും വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതക പരമ്പരയാണ് നടന്നിരിക്കുന്നത്. ഈ കൊലപാതകങ്ങൾ നടത്തിയ അവർ 2 പേരും ജീവിച്ചിരിക്കാൻ അർഹരല്ല എന്ന കോടതി വിധിയാണ് ഉണ്ടായത്. ആ കോടതി വിധി വരുമ്പോഴേക്കും ശബനം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ആ കുട്ടി ശബനത്തോടൊപ്പം ജയിലിൽ അവൾക്കൊപ്പം തന്നെ ഉണ്ട്. ആ കോടതി വിധി സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതി സെഷൻസ് കോർട്ടിന്റെ വിധി അതുപോലെ അംഗീകരിച്ചു. അവരും ആ വാചകമാണ് ആവർത്തിച്ചത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. പ്ലാൻ ചെയ്ത് ജന്മം നൽകിയ അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും കൊലപ്പെടുത്തുക, ഒന്നും അറിയാത്ത 10 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ കൊല്ലുക, ഇതൊന്നും കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണ്. ഈ കൃത്യം ചെയ്ത ആളുകൾ സമൂഹത്തിൽ ഇനി ജീവിക്കാൻ അർഹതയില്ല എന്നാണ് ഹൈക്കോടതിയുടെ അസന്നിഗ്ധമായ വിധി. വിധി സ്വാഭാവികമായും 2015 സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി സെഷൻസിന്റെയും ഹൈക്കോടതിയുടെ വിധി അതുപോലെ തന്നെ അംഗീകരിച്ചു. അവരും ആ വാചകം ആവർത്തിച്ചു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്. സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി ഷബ്നത്തെയും സലീമിനെയും തൂക്കിക്കൊല്ലാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യണം. അത് അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോഴേക്കും ഷബ്നവും സലീമും ഗവർണർക്ക് ദയാഹർജി സമർപ്പിച്ചു. ഗവർണർ ദയാഹർജി തള്ളി. അതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തു. അന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ്. പ്രണബ് കുമാർ മുഖർജിക്ക് തൊട്ടു മുമ്പ് രാഷ്ട്രപതി ആയിരുന്നത് പ്രതിഭ പാട്ടീലാണ്. പ്രതിഭ പാട്ടീലിന്റെ 5 കൊല്ലക്കാലം ഒരു വധശിക്ഷ പോലും നടന്നിട്ടില്ല. അവര് വധശിക്ഷയ്ക്ക് പൂർണ്ണമായി എതിരായിരുന്നു. എന്നാൽ പ്രണബ് കുമാർ മുഖർജി വധശിക്ഷയുടെ ഒരാളായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതുവരെയുള്ള എല്ലാ പെൻഡിങ് കേസുകൾക്കും അദ്ദേഹം പെർമിഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രണബ് കുമാർ മുഖർജി ഷബ്നത്തിന്റെയും അതുപോലെ സലീമിന്റെയും ദയാഹർജികൾ തള്ളി. രാഷ്ട്രപതി ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അധിക നാള് ഈ തൂക്കിക്കൊല നീളത്തില്ല. ഷബ്നത്തിന്റെയും സലീമിന്റെയും തൂക്കിക്കൊലകൾക്കുള്ള ഡേറ്റ് തീരുമാനിക്കാനുള്ള നടപടികൾ നടക്കുമ്പോൾ ഷബ്നത്തിന്റെ മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അവന് അപ്പോൾ 6 വയസ്സായി പ്രായം. 6 വയസ്സ് പ്രായമുള്ള ആ കൊച്ചുകുട്ടിയുടെ അച്ഛനെയും അമ്മയുമാണ് തൂക്കാൻ പോകുന്നത്. അവന്റെ ബന്ധുക്കളായി അവന്റെ അമ്മയുടെ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും
ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവൻ്റെ പിതാവിൻ്റെ വീട്ടുകാരാണെങ്കിൽ സാമ്പത്തികമായി അത്ര മെച്ചത്തിലുമല്ല. ഈ വിഷയം പല സംഘടനകളുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അവർ ആ പിഞ്ചു കുഞ്ഞിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വധശിക്ഷ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു റിവ്യൂ ഹർജി കൊടുത്തു. ആ റിവ്യൂ ഹർജി ഫയലിൽ സ്വീകരിച്ച സുപ്രീം കോടതി വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തു. വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഷബ്നത്തിന്റെ മകൻ, ആ കൊച്ചുകുട്ടി ഷബ്നയുടെ ജൂനിയറായി കോളേജിൽ പഠിച്ചിരുന്ന ഒരു ഉസ്മാനൊപ്പമാണ് നിൽക്കുന്നത്. ശരിക്കും ജയിലിൽ ഉസ്മാൻ ഷബ്നത്തെ കാണാൻ സ്ഥിരമായി വരുമായിരുന്നു. ഷബ്നത്തിനെ കാണുന്ന സമയത്ത് ആ കൊച്ചുമായി ഉസ്മാൻ ഒരു അടുപ്പം ഉണ്ടാക്കിയിരുന്നു. അവൾക്ക് അവളുടെ കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടില്ലേ കടന്നു പോകാൻ പറ്റും. അവൾക്ക് വിശ്വാസപൂർവ്വം ഏൽപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഉസ്മാൻ എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ ആ കുഞ്ഞിനെ ഉസ്മാനെ ഏൽപ്പിച്ചത്. വധശിക്ഷയ്ക്കുള്ള സ്റ്റേ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ആ കുട്ടിക്ക് ഏകദേശം 15 വയസ്സ് പ്രായമായിട്ടുണ്ട്. അവൻ്റെ അമ്മയും അച്ഛനും ഇപ്പോഴും ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. പക്ഷെ സുപ്രീം കോടതി ആ സ്റ്റേ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ സ്റ്റേ പിൻവലിക്കപ്പെടുകയാണെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി തൂക്കിക്കൊല്ലപ്പെടുന്ന വനിത എന്ന പേര് ഷബ്നത്തിന് കിട്ടും. ഷബ്നത്തിന്റെ പേര് അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോഴും ഷബ്നത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയുടെ ഉണ്ട്. അവൾ പഠിക്കുന്ന സമയത്ത് അവളുടെ സഹപാഠികളെ പല ശൈലിയിലും അവൾ സഹായിക്കുമായിരുന്നു, സാമ്പത്തികമായിട്ടും അല്ലാതെയും. അതുമാത്രമല്ല, സൗജന്യമായിട്ട് അവൾ ഒരുപാട് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആ പ്രവർത്തനം അവൾ ജയിലിലെത്തിയിട്ട് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയിലിൽ സഹതടവുകാരെ പഠിപ്പിക്കാൻ അവൾക്കൊരു വല്ലാത്ത ഉത്സാഹമാണ്. കൊലപാതകങ്ങൾ എങ്ങനെ നടത്തണമെന്നല്ല അവൾ പഠിപ്പിക്കുന്നത്, മറിച്ച് അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ MA ജോഗ്രഫി, MA ഇംഗ്ലീഷ് ബിരുദമുള്ള അവൾക്ക് വളരെ എളുപ്പം പറ്റും. ഇതൊക്കെ ആ വധശിക്ഷ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ആ സ്റ്റേ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഷബ്നത്തിനെയും സലീമിനെയും നമുക്ക് ശരിക്കും മനസ്സിലാകില്ല എന്നതാണ് സത്യം. ക്രൂരമായ കൊലപാതകങ്ങൾ നടത്താൻ ഒരു മടിയും അവർ കാണിച്ചില്ല. ചിലരൊക്കെ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യും. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾ വേറെ ഒരുപാടാണ്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് വേൾഡ് ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ടാണ്. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഉസാമ ബിൻ ലാദനെ പിന്തുണയ്ക്കുന്ന ആളുകൾ 2 യാത്രാ വിമാനങ്ങൾ ഇടിച്ചു കയറ്റിയ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് യാത്രാ വിമാനം ഇടിച്ചു കയറിയ ആ നിമിഷം മുതൽ അടുത്ത 100 മിനിറ്റ് ആ ട്രേഡ് സെന്ററിന് അകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു കഥ ഞാൻ നേരത്തെ വിശദമായി ചെയ്തിരുന്നു. കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ശരിക്കും ആ 100 മിനിറ്റ് പലർക്കും ജീവനും മരണത്തിനിടയിലുള്ള ഒരു ടൈമായിരുന്നു. ആ കഥ ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് MLife-ൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.